ഫ്ളാറ്റിൽ തന്റെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുകയായിരുന്നു വിവേക്. കുറച്ചു ദിവസമായി രാത്രിയിൽ ആരോ മുറിയിലൂടെ നടക്കുന്നതുപോലെ അയാൾക്ക് തോന്നിയതുകൊണ്ട് അയാൾ റൂമിൽ സെക്യൂരിറ്റി ക്യാമറ വച്ചിരുന്നു. അത് പരിശോധിച്ചു. രാത്രി കൃത്യം 2 മണി. വിവേക് നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് കട്ടിലിനടിയിൽ നിന്നൊരു കൈ പുറത്തേക്ക് വന്നു. പതുക്കെ മെലിഞ്ഞുണങ്ങിയൊരു മനുഷ്യൻ കട്ടിലിനടിയിൽ നിന്ന് ഇഴഞ്ഞു പുറത്തിറങ്ങി. പ്രേതമല്ല, ജീവനുള്ള ഒരു മനുഷ്യൻ. അയാൾ വിവേകിന്റെ മുഖത്തിന് തൊട്ടടുത്തു വന്ന് കുറേ നേരം അനങ്ങാതെ നിന്നു. വിവേകിന്റെ ശ്വാസം തന്റെ മുഖത്തടിക്കുന്നത് അയാൾ ആസ്വദിക്കുന്നതുപോലെ തോന്നി. എന്നിട്ട് വിവേകിന്റെ ഫോൺ മേശപ്പുറത്തുനിന്ന് എടുത്ത് അയാൾ ഒരു സെൽഫി എടുത്തു. ശേഷം വിവേകിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചിട്ട് അയാൾ തിരികെ കട്ടിലിനടിയിലേക്ക് തന്നെ നീങ്ങിപ്പോയി. ഇത് കണ്ട് വിറച്ചുപോയ വിവേക് ആദ്യം തന്റെ ഗാലറി പരിശോധിച്ചു. അവിടെ ആ അപരിചിതന്റെ ഭീകരമായൊരു സെൽഫി ഉണ്ടായിരുന്നു. ശ്വാസം അടക്കിപ്പിടിച്ച് അയാൾ ക്യാമറയിലെ വീഡിയോ വോളിയം കൂട്ടി. ആ രൂപം മന്ത്രിച്ചത് ഇതായിരുന്നു: ഇന്ന് കട്ടിലിനടിയിൽ നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ വാർഡ്രോബിലാണ് ഇന്ന് കിടക്കുന്നത്. വിവേകിന്റെ ശരീരം മരവിച്ചുപോയി. അയാൾ അറിയാതെ തന്നെ തല തിരിച്ച് തന്റെ വാർഡ്രോബിലേക്ക് നോക്കി. അതിന്റെ വാതിൽ പതുക്കെ തുറന്നു. ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് ആ അപരിചിതന്റെ കണ്ണുകൾ തിളങ്ങുന്നത് അയാൾ കണ്ടു.